ചിരി തൂകി വന്നു നീയമ്മേ, നിൻ പാദമെന്റെ ആലംബം. പുതിയൊരു തുടക്കത്തിനും പുതിയൊരു പ്രത്യാശയ്ക്കും കാലം വഴിവെക്കുകയാണ്. 2025 നാം ഇന്ന് തുടക്കം കുറിക്കുന്നു. ഭൂമിക്ക് സന്തോഷത്തിൻ്റെ ഒരു കാലഘട്ടം തുറക്കുന്നു. അതേപോലെ സഭയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടി ഇന്നാണ്. അത് പരിശുദ്ധ അമ്മയുടെ ദൈവമാതൃത്വ തിരുനാളാണ് എന്നുള്ള പ്രത്യേകത. ഈ രണ്ടും ഒരു ദിവസമാകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാനും ധ്യാനിക്കുവാനും ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ഒരു വർഷക്കാലം എടുത്ത തീരുമാനങ്ങളും ജീവിതത്തിൽ വന്ന നന്മകളുമൊക്കെ നമ്മൾ ഓർക്കുന്നു. പുതിയൊരു നല്ല തീരുമാനങ്ങളെടുത്ത് പുതിയൊരു നന്മയായി എല്ലാം തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനിടയിൽ എവിടേക്കോ നന്മകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കാൻ കഴിയാതെ വന്നിട്ടുണ്ട്. നല്ലതാകണമെന്നുള്ളിലെ ആഗ്രഹങ്ങൾ പോലും അത് സാധിക്കാതെ വരുന്നുണ്ട്. ഇങ്ങനെ ഉള്ളിലെവിടേക്കോ സൂക്ഷിക്കുന്നൊരു നന്മയെ വീണ്ടും കിട്ടാൻ നാം എന്ത് ചെയ്യണം? അതിന് കൃത്യമായി നന്മകൾ പകർന്നു നൽകുന്ന വചനഭാഗവും തിരുനാളുമാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത്. വളരെ ചുരുക്കം വാക്കുകൾ പറയുകയാണെങ്കിൽ എല്ലാ തീരുമാനങ്ങളും നന്മയായി തീരാൻ, ഉറച്ച തീരുമാനത്തിൽ ഈ ഒരു പുതിയ വർഷം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒന്നായി തീരാൻ എവിടെ നിന്ന് നാം തുടങ്ങണം? അതിന് നൽകാവുന്ന ഏറ്റവും മനോഹരമായൊരു ഉത്തരമെന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയിൽ നിന്ന് തുടങ്ങണം എന്ന് തന്നെയാണ്. അതിന് കാരണം ക്രിസ്തുവിൻ്റെ ജീവിതം വിജയമായിരുന്നെങ്കിൽ ആ വിജയത്തിന് കാരണം എന്താണ്? ആ വിജയത്തിന് കാരണം ഒന്നേ ഉള്ളൂ. അവൻ അമ്മയിൽ നിന്ന് കണ്ടുപഠിച്ചു, അമ്മയിൽ നിന്ന് ജീവിച്ചു, അമ്മയിൽ നിന്നെല്ലാം പൂർത്തീകരിച്ചു. പരിശുദ്ധ അമ്മയെ വലം വെച്ച് ജീവിച്ച മകനൊന്നുമല്ല ക്രിസ്തു. പക്ഷേ ആ വലംവെപ്പിനിടയിൽ എവിടേക്ക് ആ അമ്മയുടെ സാരത്തുമ്പിൻ്റെ മണം അവൻ ഉള്ളിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ജീവിതകാലം മുഴുവനും, പ്രത്യേകിച്ച് പരസ്യ ജീവിതകാലത്ത്, അവൻ്റെ അമ്മയുടെ ഓർമ്മയിലും ആ സാരത്തുമ്പിൻ്റെ മണത്തിലുമാണ് അവൻ ഈ ഭൂമിയിൽ എല്ലായിടത്തും പ്രവർത്തിച്ചത്. അമ്മയിൽ തുടങ്ങിയ മകന് അമ്മയിലൂടെ പ്രവർത്തിച്ച് അമ്മയിലൂടെ എല്ലാം പൂർത്തീകരിക്കാൻ സാധിച്ചു. അതിന് വളരെ വ്യക്തമായ ചില ഉദാഹരണങ്ങളുണ്ട്. മാർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 47-ാം വാക്യത്തിൽ ദേവാലയ ഭണ്ഡാരത്തിൽ ചെന്ന് ഒരു വിധവ കാണിക്കയിടുന്നത് ക്രിസ്തുവിനെ അത്ഭുതപ്പെടുത്തും. എല്ലാവരും കാണിക്കയിട്ടപ്പോൾ ഇവൾക്ക് മാത്രം ക്രിസ്തു എന്താണ് ഇത്രയും പ്രത്യേകതയായി കണ്ടത്? അതിൻ്റെ പ്രത്യേകത തോന്നാൻ കാര്യം ഇതുതന്നെയാണ്. ഒരു സാധു സ്ത്രീ ദേവാലയത്തിൽ കൊണ്ട് അവളുടെ ഏറ്റവും വലിയ സമ്പാദ്യമായ അവളുടെ മകനെ ഈ ദേവാലയത്തിൽ സമർപ്പിച്ചിട്ടുണ്ട്. ആ സാധു സ്ത്രീയുടെ പേര് മറിയം എന്നാണ്. അവൻ്റെ അമ്മയാണ്. അവൻ്റെ അമ്മ ഈ കഥ പണ്ടെന്നോ അവനോട് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞുനാളിൽ മകനെ കഥകൾ പറഞ്ഞ് പഠിപ്പിച്ച കൂട്ടത്തിൽ തൻ്റെ മകനെ ദേവാലയത്തിൽ കൊണ്ട് സമർപ്പിച്ച സംഭവമൊക്കെ വളരെ മനോഹരമായി പറഞ്ഞ് പഠിപ്പിച്ച ഈ അമ്മയുടെ ഓർമ്മ അവൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സാധു സ്ത്രീ ദേവാലയത്തിൽ ചെന്ന് 2 ചെമ്പ് നാണയമിടുമ്പോൾ അവൻ്റെ ഉള്ളിലെ ഓർമ്മ വന്നത് ഇതുതന്നെയാണ്. എൻ്റെ അമ്മ ഇതുപോലെയാണ് എന്നെ സമർപ്പിച്ചത്, ഉള്ളത് എല്ലാം സമർപ്പിച്ചു. അതുകൊണ്ട് അവന് ആ ചെമ്പ് നാണയം അത്ഭുതമായി തോന്നി. പിന്നീട് ലൂക്കാസ് സുവിശേഷം 7-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഒരു വിധവ തൻ്റെ മകൻ്റെ ശവമഞ്ചയുമായി പോകുന്നത് കാണുന്നുണ്ട്. ആ വിധവ ഒന്നും ആവശ്യപ്പെട്ടില്ല. എന്നിട്ടും അവൻ അങ്ങോട്ട് ചെന്ന് ആ മകൻ്റെ ജീവൻ ഉയർപ്പിച്ച് ആ അമ്മയ്ക്ക് കൈമാറുന്നുണ്ട്. തീർച്ചയായിട്ടും അവൻ്റെ ഉള്ളിൽ ഓർമ്മ വന്നത് കുറച്ച് നാളുകൾക്ക് ശേഷം ഇതുപോലെ തൻ്റെ അമ്മയും തൻ്റെ ശവമഞ്ചയോട് ചേർന്നിരുന്ന് വിലപിച്ച് കരയും. അന്ന് ഇതേ ഒരു കണ്ണുനീര് കാണാൻ ഞാനുണ്ടാകില്ല, കാരണം ആ കുഞ്ഞ് ഞാൻ തന്നെയാണ്. അങ്ങനെ ഞാൻ തന്നെയായ ആ മരണത്തെ ക്രിസ്തു മുൻകൂട്ടി കാണുമ്പോൾ ആ അമ്മയുടെ കണ്ണുനീര് അവന് സഹിക്കുന്നില്ല. അതുകൊണ്ട് ആരും ആവശ്യപ്പെടാതെ ആ അമ്മയ്ക്ക് ആ മകനെ ജീവനോടെ തിരിച്ചു നൽകുന്ന ക്രിസ്തു, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന ഒരു ക്രിസ്തുവിനെ നാം കാണുന്നുണ്ട്. വെള്ളം കോരി കുളിപ്പിച്ച് വളർത്തിയ ഒരു അമ്മയുടെ ഓർമ്മയിൽ നിൽക്കുമ്പോൾ അവന് എല്ലാം മനസ്സിലാകുന്നുണ്ട്. എല്ലാം സൃഷ്ടിച്ചത് ഞാൻ തന്നെയാണ്. പക്ഷേ ഈ സൃഷ്ടിയുടെ ഇടയിൽ എല്ലാം ശാന്തമാക്കാനുള്ള കഴിവ് കൂടി ആ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ വെള്ളം കോരി കുളിപ്പിച്ച് ശാന്തമായി അമ്മ അവനെ മാറിലുറക്കിയപ്പോൾ ആ ശാന്തതയോടുകൂടി അവൻ ആ കടലിനെയും കാറ്റിനെയും ശാന്തമാക്കി. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഒരു പാപിനിയായ സ്ത്രീ അവൻ്റെ മുമ്പിൽ വന്ന് നിലവിളിച്ച് കരയുമ്പോൾ ഒരിക്കൽ പോലും അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാത്ത യൗസേപ്പ് പിതാവിൻ്റെ ചിത്രം അവൻ്റെ ഉള്ളിലുണ്ട്. അന്ന് ഉള്ളു പിടഞ്ഞൊരു അമ്മ അവൻ്റെ മുമ്പിൽ എങ്ങനെ ജീവിച്ചുവെന്ന് പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു സ്ത്രീ തെറ്റ് ചെയ്ത് വരുമ്പോഴും അവൻ്റെ ഉള്ളിൽ അവൻ്റെ അമ്മയുടെ ചിത്രമുണ്ട്. അവൻ്റെ അമ്മ അന്ന് തെറ്റൊന്നും ചെയ്തിട്ടില്ല, പക്ഷേയെങ്കിലും ഉള്ളിൻ്റെ പിടച്ചിലൊക്കെ ഒരുപോലെ തന്നെയാണല്ലോ. അതുകൊണ്ട് അവൻ ആ സ്ത്രീയെ ഒരു തെറ്റും ചെയ്യാതെ അവളെ സംരക്ഷിച്ച് അവളെ പറഞ്ഞയക്കുകയാണ്. ഇങ്ങനെ എല്ലാ കാലത്തും ഒരു അമ്മയുടെ ഓർമ്മയിൽ ജീവിച്ച ഒരു മകനാണ് ക്രിസ്തു. ഏറ്റവും അവസാനം അന്ത്യത്താഴത്തിൻ്റെ വേളയിലൊക്കെ നിൽക്കുമ്പോൾ ഒരമ്മ എങ്ങനെയാണോ മക്കൾക്ക് ഭക്ഷണം സ്നേഹത്തോടെ വാരി വിളമ്പുന്നത്, അതുപോലെ ക്രിസ്തു ഒരമ്മയെപ്പോലെ തൻ്റെ ശിഷ്യന്മാർക്ക് ഭക്ഷണം വാരി വിളമ്പി.
അവിടെയും അറിയാം ഇവരൊക്കെ ഒറ്റിക്കൊടുക്കും, തള്ളിപ്പറയും. എങ്കിലും ഒരമ്മ വാത്സല്യം ക്രിസ്തുവിൽ സൂക്ഷിച്ചു. പരിശുദ്ധ കന്യകാമറിയത്തെപ്പോലും കാൽവരി നെറുകയിലേക്ക് നടന്നു പോകുമ്പോൾ അവിടെയും ഈ മകനെ, അബ്രഹാത്തിന് തൻ്റെ മകനെ മോറിയ മലമുകളിൽ തിരിച്ചു തന്നതുപോലെ ഒരുപക്ഷെ തിരിച്ചു തന്നേക്കുമെന്നൊക്കെ വെറുതെ അമ്മ നനച്ചിട്ടുണ്ടാകും. കാൽവരി മലമുകളിൽ കുരിശിന് നെറുകയിൽ ആ മകൻ മരിക്കുമ്പോൾ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് മകൻ്റെ മേൽ കത്തി വയ്ക്കരുതെന്നൊക്കെ പറഞ്ഞ പോലെ അന്ന് പ്രത്യക്ഷപ്പെട്ട ദൂതൻ ഇന്നും പ്രത്യക്ഷപ്പെട്ടിരുന്നെങ്കിലെന്ന് വെറുതെ ഒന്ന് ആ അമ്മ നനച്ചിട്ടുണ്ടാകും. പക്ഷേ ആ അമ്മയ്ക്ക് ആ മകനെ കിട്ടിയില്ല. ഒരു ദൂതനും പ്രത്യക്ഷപ്പെട്ടില്ല, അരുളപ്പാടുമുണ്ടായില്ല. പ്രിയമുള്ളവരെ, എന്നിട്ടും ആ അമ്മ എല്ലാം സഹിച്ചു ആ മകൻ്റെ മൃതദേഹം മടിയിൽ കിടത്തി. എല്ലാം സൂചിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. ഒരു മകൻ ഏറ്റവും മനോഹരമായി ആ ജീവിതം പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അത് അമ്മയിൽ നിന്ന് തുടങ്ങി, അമ്മയിലൂടെ നടന്നു, അമ്മയിൽ അവസാനിപ്പിച്ചു. ഈ ഒരു വർഷക്കാലം ഏറ്റവും മനോഹരമായി തീരാൻ നമുക്ക് നൽകപ്പെടുന്ന ഏറ്റവും മനോഹരമായൊരു സന്ദേശം ഇത് തന്നെയാണ്. അമ്മയിൽ നിന്ന് തുടങ്ങണം, അമ്മയിലൂടെ പൂർത്തീകരിക്കണം, അമ്മയിലെല്ലാം അവസാനിപ്പിക്കണം. എല്ലാം സന്തോഷമായി തീരും. പുതുവത്സരത്തിൻ്റെയും ദൈവമാതൃത്വ തിരുനാളിൻ്റെയും എല്ലാവിധ മംഗളാശംസകളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേരുന്നു.
തേൻ